ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡാഷ്ബോർഡ് സൈസ് ഒന്ന് വലുതാക്കാം. ഓക്കെ, അതുപോലെ മന്ത്ലി പിയാനിൽ ഹൈഡാക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാം. കുറേ മെമ്പേഴ്സിന് ഇപ്പോഴും ഡൗട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്നത് ഈ ടൂൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ചാർട്ടിലേക്ക് അപ്ഡേറ്റ് ആകുമെന്നാണ്. അങ്ങനെ ആകത്തില്ല. കാരണം ആ ഒരു ടൂള് സെപ്പറേറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ കോഡ്, അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്. ഇൻ കേസ് ആ കോഡിനകത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് സെയിം ആ ഒരു ടൂളിലേക്ക് അത് അപ്ഡേറ്റ് ആകുന്നത്. ഓക്കെ, ഇത് തികച്ചും വേറൊരു ഇൻഡിക്കേറ്ററാണ്, സെപ്പറേറ്റ് കൺസെപ്റ്റാണ്. ഇത് ആക്ച്വലി അൽഗോയ്ക്ക് വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്തൊരു കൺസെപ്റ്റാണ്. ഓക്കെ, പിന്നെ ഇപ്പം മെമ്പേഴ്സിന് ജസ്റ്റ് അലോ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ബട്ട് ആ ഒരു വീഡിയോ കാണാത്തതുകൊണ്ടുള്ള കൺഫ്യൂഷനാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൂള് ഓൾറെഡി മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ലിമിറ്റഡ് പീരീഡിലേക്ക് വേണ്ടിയാണ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആകും. കാരണം ഇതിൻ്റെ ഫർദറായിട്ട് ഇത് നമ്മൾ ലൈഫ് ടൈമായിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഫർദർ കാര്യങ്ങൾ എന്നുള്ളത് ഡിസൈഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്, 5 മിനിറ്റാണ്, റിസ്ക് റിവാർഡ് 1:1 ആണ്, സിസ്റ്റം മോഡിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം ഏകദേശം 193 പോയിൻ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഏകദേശം എത്രയാണ്, 1900 ടിപ്സ്. സോ നമുക്ക് അക്യുറസി ഫിൽറ്ററിങ്ങിൽ ഒരു 1 കൊടുത്ത് നോക്കാം. ഗോൾഡിന് 1 കൊടുത്താൽ മതി കേട്ടോ, 1 അല്ലെങ്കിൽ 2, മാക്സിമം 2. 1 കൊടുത്തപ്പോൾ ഓക്കെ, ഇത് കണ്ടോ, എൻട്രി ജസ്റ്റ് കുറഞ്ഞു, 206 പോയിൻ്റായി കളക്ട് ചെയ്തത് കണ്ടില്ലേ. അക്യുറസി നോക്കിയാൽ 94%. ഓക്കെ, നിങ്ങൾ മാനുവലി ചെയ്യുമ്പോൾ 1 കൊടുക്കാം. ഇപ്പോൾ അൽഗോസിനൊക്കെ നോർമലി 1 അല്ലെങ്കിൽ 0 തന്നെ ആയിരിക്കും ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ലാസ്റ്റ് അപ്ഡേറ്റ് ആയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് ഇവിടെ മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് എൻട്രി ഡീറ്റെയിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ ഇപ്പം കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻട്രി വന്നിട്ടുണ്ട്, ഈ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾ കണ്ടില്ലേ. ഇത് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രി എപ്പോഴാണ് വന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ SL എത്രയാണ്, ടാർഗറ്റ് എത്രയാണെന്ന് ഇവിടെ തന്നെ കാണിക്കും. അപ്പോൾ ഈ മാക്സിമം ഡ്രോ ഡൗൺ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു ദിവസത്തെ കണക്ക് പറയാം. ഒരു ദിവസം രാവിലെ മുതൽ ട്രേഡ് നടക്കുന്നു. ഏകദേശം രാവിലെ 10 പോയിൻ്റ് വന്നു, അത് കഴിഞ്ഞൊരു 50 പോയിൻ്റ് വന്നു, പിന്നെ ഒരു 150 പോയിൻ്റ് വന്നു. ഓക്കെ, അപ്പോൾ ആ സമയം വരെ ഉള്ളതിൻ്റെ ഏറ്റവും പീക്ക് പോയിൻ്റ് ഏതാണ്, 150 പോയിൻ്റാണ്. ഓക്കെ, ആ ഒരു പോയിൻ്റിൽ നിന്നും വീണ്ടും പ്രൈസ് ഫോളായി. ഓക്കെ, ഫോളായി കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എവിടം വരെ ഫോളായത് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇത് നോക്കുന്നത്. അതായത് ഇപ്പോൾ 150 പോയിൻ്റ് ചെന്നു, 150 പോയിൻ്റിൽ നിന്ന് വീണ്ടും തിരിച്ച് 120 വന്നു. അപ്പോൾ എത്ര പോയിൻ്റ് ഫോളായി, 30 പോയിൻ്റ് ഫോളായി. ഓക്കെ, 30 പോയിൻ്റ് ഫോളായി കഴിഞ്ഞിട്ടാണ് വീണ്ടും ആ 150ൻ്റെ മുകളിലേക്ക് പ്രൈസ് വീണ്ടും പ്രോഫിറ്റ് വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 30 പോയിൻ്റ് ഒരു മാക്സിമം ഡ്രോ ഡൗൺ എന്നുള്ളൊരു ഇൻഫർമേഷൻ കാണിക്കും. അതായത് ആ 150നെ വീണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 30 പോയിൻ്റ് കളയേണ്ടി വന്നു, കളഞ്ഞു ആദ്യം, അത് കഴിഞ്ഞ് അതാണ് സ്ട്രഗ്ലിംഗ് പോയിൻ്റ്. ഓക്കെ, അത് കളഞ്ഞിട്ട് വീണ്ടും 150 പോയിൻറ്റിന് ക്രോസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ആകും സ്ട്രാറ്റജി എങ്ങനെയാണ്, ഏത് കണ്ടീഷനിലാണ് റൺ ആകുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ BTC നോക്കാം. BTC നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, 452 ഇന്നത്തെ ദിവസം കളക്ട് ചെയ്തത്. എത്തേറിയം നോക്കിക്കഴിഞ്ഞാൽ 46 പോയിൻ്റ് കളക്ട് ആയിട്ടുണ്ട്. ഇതെല്ലാം 1:1 ആണ് കേട്ടോ കാണിക്കുന്നത്. റിലയൻസ് ഇന്ന് 26 പോയിൻ്റ് സംതിങ് കളക്ട് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 660 പോയിൻ്റ് കളക്ട് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1:1 ചെയ്യാതിരിക്കുക, 1:2 നോർമലി ചെയ്യുക. ഇതൊക്കെ 1:1 ആണ് കിടക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 143 പോയിൻ്റ് കളക്ട് ആയിട്ടുണ്ട്. GBP USDയിൽ 79 പിപ്സ്, യൂറോ USDയിൽ
84 പിപ്സ്. HDFC ബാങ്കിൽ 14 പോയിൻറ്റ്സ്. SBIയിൽ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഇൻഫോസിസിൽ 11 പോയിൻറ്റ്. ടാറ്റ കൺസൾട്ടൻസിയിൽ 50 പോയിൻറ്റ്. ഓക്കെ, അങ്ങനെ നീണ്ടു പോകും. അതായത് കുറച്ച് മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോക്കിലൊക്കെ വർക്കാവുമെന്ന്. എല്ലായിടത്തും വർക്കാവും. ഓക്കെ, അപ്പോൾ അപ്ഡേഷൻ മനസ്സിലായി കാണും. ഈ ഒരു അപ്ഡേഷൻ നോക്കുക, നിങ്ങളുടെ ചാർട്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.